കഴിഞ്ഞ ദിവസം കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആക്ഷേപങ്ങൾ, ചില വസ്തുതകൾ ഞാൻ ഒരു പരിപാടിക്കിടെ ഉന്നയിക്കുകയുണ്ട്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ മേയർ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. ഒന്നാമത്തത്, വർക്ക് അവാർഡ് ചെയ്യുന്നതിന് മുമ്പേ എങ്ങനെയാണ് പണം വാങ്ങുക? വർക്ക് അവാർഡ് ചെയ്തിട്ട് പോലുമില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതിയുടെ ഹൈപ്പവർ കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയുടെ അനുമതിക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. അത് നൽകിയതിന് ശേഷം ആണ് തുടർ നടപടി സ്വീകരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കണ്ണൂർ കോർപ്പറേഷന് 5 MLDയുടെ STP സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള കത്തിൽ അമൃത് മിഷൻ്റെ ഡയറക്ടർ നൽകിയിട്ടുള്ള കത്തിൽ പറയുന്ന വാചകം ഞാനിവിടെ വായിക്കാം. While tendering may commence immediately, formal award of work shall be strictly contingent upon receipt of SHPSC and SLTC approvals. എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിലുള്ള ടെക്നിക്കൽ കമ്മിറ്റിയുടെയും സംസ്ഥാന തലത്തിലുള്ള ഹൈപ്പവർ കമ്മിറ്റിയുടെയും അനുമതിയോടുകൂടി മാത്രമേ വർക്ക് അവാർഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. എന്നാൽ കോർപ്പറേഷൻ മേയറുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കോയ ആൻഡ് കമ്പനി കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ അയ്യപ്പ ഇൻഫ്രാ പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇത് രണ്ടുപേരും ചേർന്നുള്ള ജോയിൻറ്റ് വെഞ്ചറാണ്. ആ ജോയിൻറ്റ് വെഞ്ചറിന് അനുമതി നൽകിക്കൊണ്ട് കണ്ണൂർ കോർപ്പറേഷന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ നൽകിയിട്ടുള്ള കത്താണിത്. ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ്, LOA. അപ്പോൾ നേരത്തെ എന്നോടല്ല പറഞ്ഞത്, കോർപ്പറേഷൻ മേയർ പറഞ്ഞത് സംസ്ഥാന തലത്തിലുള്ള അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈ പറയുന്ന കമ്പനിക്ക് അയച്ചതിൻ്റെ കോപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അത് അയച്ചിരിക്കുന്ന 29/9/2025 29/9/2025. ഞാൻ ഈ കാര്യം പറയുന്നതിന് മുമ്പേ, നിങ്ങളോട് മേയർ ഇക്കാര്യം സംസാരിക്കുന്നതിന് മുമ്പേ 29/9/2025 ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇതിൽ പറയുന്ന വാചകം കൂടി വായിക്കും. You are directed to submit the stamp GRN ID, performance guarantee and additional performance guarantee as per the prevailing law and execute the agreement. Agreement വെക്കാൻ വേണ്ടിയിട്ടുള്ള LOA ആണിത്. Start the work within a week after getting necessary instructions from the Kannur Corporation. The time allowed for executing the agreement without a fine will be 14 working days from the date of issuance of the administrative sanction, and a further period of 10 days will be allowed to execute the agreement after releasing a fine of ₹100 എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. വർക്ക് തുടങ്ങേണ്ട സംബന്ധിച്ചുള്ള കാര്യം, the original receipt shall be submitted at the office of the agreement authority before executing the agreement. Agreement വെക്കാൻ വേണ്ടിയുള്ള കത്താണ് ഈ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ്, LOA. അപ്പോൾ കോർപ്പറേഷൻ മേയർ സംസ്ഥാനതല സമിതിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് പെരുന്നുണയാണ്. എന്നാൽ അതേസമയത്ത് അനുമതിയോടുകൂടി മാത്രമേ
ടെൻഡർ നൽകാൻ അവാർഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളത് അമൃത് മിഷൻ്റെ ഡയറക്ടറുടെ കത്താണ്. ഇനി ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് ചെയ്തത് എന്നതിൻ്റെ തെളിവ് കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇതിൽ 2 ടെൻഡർ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ആ 2 ഡോക്യുമെൻ്റ് അദ്ദേഹത്തിൻ്റെ കോർപ്പറേഷൻ മേയർ തന്നെ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം ടെൻഡർ വിളിച്ചു, ആ ടെൻഡർ വിളിച്ചതിന് ശേഷം അതിൽ ചില അപാകതകൾ കണ്ടു, അതുകൊണ്ട് വീണ്ടും ടെൻഡർ വിളിച്ചു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ 2 ടെൻഡർ ഡോക്യുമെൻറ്റും എൻ്റെ കയ്യിലുണ്ട്. 140 കോടി രൂപയുടെ ടെൻഡർ ഡോക്യുമെൻ്റാണ് നിങ്ങൾ കാണുന്നത്. ഒന്ന് നോക്കുന്നതല്ല. 1, 2, 3, 4, 5, 5.25 പേജ്. ഇതാണ് 140 കോടി രൂപയുടെ ടെൻഡർ ഡോക്യുമെൻറ്റ്. ഞാനിത് കാണിച്ചു തരാൻ കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിലോ ലോകത്തിൻ്റെ ചരിത്രത്തിലോ ഇങ്ങനെ ഒരു ടെൻഡർ ഡോക്യുമെൻ്റ്, ടെൻഡർ വിളിക്കാനുള്ള ഒരു ഡോക്യുമെൻ്റ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അക്കാര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഒരു റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. 140 കോടി രൂപയുടെ ടെൻഡർ ഡോക്യുമെൻ്റാണ്. അതാണ് നിങ്ങൾ കണ്ട 5.25 പേജ് എന്ന് നിങ്ങളെല്ലാവരും കാണും. ഇനി ഇതിൽ ഈ പദ്ധതി സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അമൃത് പദ്ധതിയുടെ ഭാഗമായി 5 MLD മുതൽ 10 MLD വരെയുള്ള കപ്പാസിറ്റിയുള്ള ടെൻഡർ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ അമൃത് മിഷൻ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ടെൻഡർ ക്ഷണിക്കുന്നത്. ആ ടെൻഡർ ഡോക്യുമെൻറ്റിൽ 40 കോടി രൂപയാണ് കാണിച്ചത് എന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു. 40 കോടി രൂപ കാണിച്ചിട്ട് 140 കോടി രൂപയുടെ ടെൻഡറാണ് യഥാർത്ഥത്തിൽ ഫ്ലോട്ട് ചെയ്തിരുന്നത്. 40 കോടി രൂപ കാണിച്ചതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. പിന്നീട് കൊറിജണ്ടമായിട്ടാണ് 100 കോടി രൂപ കൂടി ഉൾപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊറിജണ്ടമായിട്ട് ഇറക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം. സാധാരണ വലിയ കോൺട്രാക്ടർമാർ ഈ ടെൻഡർ ഫ്ലോട്ട് ചെയ്യുമ്പോൾ അവർ ടെൻഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ ഇത്ര തുകയുടെ മേലെ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുക. ഇപ്പോൾ ടെൻഡർ അബവ് 50 crores എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ 50 കോടി രൂപയുടെ മേലെയുള്ള ടെൻഡർ അവർക്ക് കിട്ടും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 40 കോടി എന്ന് കാണിച്ചതുകൊണ്ട് 140 കോടി രൂപയുടെ ടെൻഡർ സെർച്ച് ചെയ്താൽ കിട്ടില്ല. 40 കോടി ആയതുകൊണ്ട് അത് എവിടെയും കാണില്ല. കാരണം ഇത് ഇറക്കിയിരിക്കുന്ന കുറുജണ്ടാണ്. ആ ഇറക്കിയ കുറുജുണ്ടം കൂടി നിങ്ങളൊന്ന് ക്യാമറയിലൊന്ന് ഷൂട്ട് ചെയ്യുന്ന നല്ലതായിരിക്കും. വളരെ രസകരമായിട്ടുള്ള കുറുജണ്ടാണ്. ഇതാണ് കുറുജണ്ട, കണ്ടില്ലേ? ഇതിനകത്ത് എഴുതിയ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. എമൗണ്ട് ചേഞ്ച് റിക്വയേർഡ് ഫ്രം 40 crore to 140 crore. 6 words. Amount change required from 40 crore to 140 crore. 40 കോടിയിൽ നിന്ന് 140 കോടി രൂപയായിട്ട് തുക മാറ്റേണ്ടി വന്നിരിക്കുന്നു. ഇതാണ് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്, അല്ലേ? കോർപ്പറേഷൻ മേയർ നിങ്ങളോട് പറഞ്ഞെന്താ? ഇതൊരു ക്ലറിക്കൽ എററാണ്. ക്ലറിക്കൽ എററാണെങ്കിൽ ആദ്യം ഫ്ലോട്ട് ചെയ്ത ടെൻഡറിൽ 40 കോടി എന്ന് ക്ലറിക്കൽ എററിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. യഥാർത്ഥ തുക 140 കോടി രൂപയാണ് എന്നെങ്കിലും പറയണ്ടേ? എന്നാൽ അതല്ല പറഞ്ഞത്. ഞാനീ പറഞ്ഞ സാധനമാണ് ഇതിനകത്തുള്ളത്. ഇനി ഒന്നാമത്തെ കാര്യം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രധാനപ്പെട്ട കുറേ ആളുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു രീതി എടുത്തിട്ടുള്ളത്.
അതിലും രസകരമായൊരു കാര്യം, 150 കോടി രൂപയ്ക്ക് ഫ്ലോട്ട് ചെയ്ത ടെൻഡർ ഈ കോട്ട് ചെയ്ത കോൺട്രാക്ടർ നല്ലോണം എബോവാണ് കോട്ട് ചെയ്തത്. എന്നിട്ട് അവസാനം 167.6 കോടി രൂപക്കാണ് ഈ വർക്ക് അവാർഡ് ചെയ്തിട്ട് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് LOA കൊടുത്തിരിക്കുന്നത്. 167.6 കോടി രൂപ. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു 2 ടെൻഡർ ഡോക്യുമെൻ്റ് ഉണ്ട്. ഒന്നാമത്തെ ടെൻഡർ ഡോക്യുമെൻറ്റിൽ പറയുന്ന വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. അതായത് അറ്റൻഡിങ് ദ പ്രീ ബിഡ് മീറ്റിംഗ് ഈസ് മാൻഡേറ്ററി. അറ്റൻഡിങ് ദ പ്രീ ബിഡ് മീറ്റിംഗ് ഈസ് മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ പ്രീ ബിഡ് മീറ്റിങ്ങിൽ പങ്കെടുത്തവരെ മാത്രമേ ഫൈനാൻഷ്യൽ ടെൻഡർ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയുള്ളൂ എന്നാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. സാധാരണ ടെൻഡർ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് പ്രീ ബിഡ് മീറ്റിങ്ങിൽ ആർക്കും പങ്കെടുക്കാം. പങ്കെടുത്തു കഴിഞ്ഞാൽ ആ പ്രീ ബിഡ് മീറ്റിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ടെൻഡറിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. ആ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ടെൻഡർ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതിക്കും ചുരുങ്ങിയത് 10 ദിവസം മുമ്പെങ്കിലും ഇങ്ങനെ മാറ്റം വരുത്തിയെ സംബന്ധിച്ചുള്ള മിനിറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് അപ്ലോഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മാറ്റം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കോമ്പീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. ഇവിടെ ചെയ്തിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ മിനിറ്റ്സ് അപ്ലോഡ് ചെയ്തില്ല, പ്രീ ബിഡ് മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മിനിറ്റ്സ് അപ്ലോഡ് ചെയ്തില്ല. രണ്ടാമത്തത്, പ്രീ ബിഡ് മീറ്റിങ്ങിൽ പങ്കെടുത്തവർ മാത്രമേ ഫൈനാൻഷ്യൽ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി അവർക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്ന് പറയുന്ന വ്യവസ്ഥ ഒന്നാമത് ഉണ്ടാക്കി വെച്ചു. രണ്ടാമത്തെ ടെൻഡറിൽ ആ വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്താ സംഭവം? പ്രീ ബിഡ് മീറ്റിങ്ങിൽ പങ്കെടുത്തവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള ഒന്നാമത്തെ വ്യവസ്ഥ കണ്ടവർ പിന്നീട് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവില്ല. കാരണം ഈ വ്യവസ്ഥ ഇതിൽ മാറ്റം വരുത്തിയെ സംബന്ധിച്ചുള്ള മിനിറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ ബോധപൂർവം മിനിറ്റ്സ് അപ്ലോഡ് ചെയ്യാതെ വെച്ചു എന്നാണ് ഇതിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുക.